അതിവേഗം ബഹുദൂരം, അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം. വിവാദങ്ങളുടെ പെരുമ്പറ ഒരു വശത്ത് മുഴങ്ങിയപ്പോഴും ഒരു വികസന പദ്ധതിയും ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചില്ല. 1 രൂപയ്ക്ക് അരി മുതൽ ഇന്ന് പിതൃത്വത്തിനായി പലരും വാദിക്കുന്ന വിഴിഞ്ഞം പദ്ധതിയിൽ വരെ ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമുണ്ട്. വിവാദങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ട് വികസനങ്ങളെ കേരളത്തോട് ചേർത്ത ഭരണകർത്താവ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൽ അവശേഷിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖവും കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും തല ഉയർത്തി നിൽക്കും. 20 വർഷം പല തടസ്സങ്ങളിൽ കുരുങ്ങിക്കിടന്ന വിഴിഞ്ഞത്തിന്റെ കുരുക്കഴിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് 6500 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച പ്രതിപക്ഷം ഇന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട മദർഷിപ്പിന് വാട്ടർ സല്യൂട്ട് നൽകി. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ട് DMRCക്ക് കരാർ നൽകിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എയർഫോഴ്സ് വിമാനം റൺവേയിലിറക്കിയതും അതേ ഉമ്മൻചാണ്ടി. കാരുണ്യ ബെനവലന്റ് സ്കീമും കുട്ടികൾക്കായി നടപ്പിലാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷനും സ്വയംഭരണ കോളേജുകളും ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി നിയമവും ഭരണത്തിൽ മാറ്റുകൂട്ടി. വില്ലേജ് ഓഫീസറുടെ ജോലി മുഖ്യമന്ത്രി ചെയ്യണമോ എന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ അന്നും ഇന്നും ജനനായകനായും വികസന നായകനായും ഉമ്മൻചാണ്ടി തല ഉയർത്തി നിൽക്കും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.